സ്വന്തമായൊരു ഡിജിറ്റൽ രാജ്യമുണ്ടാക്കാൻ ദ്വീപ് വാങ്ങിയ ബാലാജി ശ്രീനിവാസനെ അറിയാമോ? ടെക്കുകളെ, സംരംഭകരെ, ഇതിലെ നാം ജീവിക്കുന്ന രാജ്യത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല കാര്യങ്ങളെങ്കിൽ എന്തു ചെയ്യും? സ്വന്തമായൊരു രാജ്യം അങ്ങുണ്ടാക്കുക പറ്റുമോ സക്കീർ ഭായിക്ക്? ഇല്ല അല്ലേ? എന്നാൽ അത് സാധ്യമാക്കിയ ഒരാളുണ്ട്. ടെക് സംരംഭകനായ ബാലാജി ശ്രീനിവാസനാണ് ലോകത്തെ ആദ്യ ഡിജിറ്റൽ സമൂഹത്തെ സൃഷ്ടിക്കാൻ സിംഗപ്പൂരിനടുത്ത് സ്വന്തമായൊരു ദ്വീപ് തന്നെ വാങ്ങിയത്. സാമൂഹിക ജീവിതം, നൂതന ആശയങ്ങൾ, കിടിലൻ സാങ്കേതികവിദ്യ, ഈ കോംബോയിലുള്ള ഒരു വികേന്ദ്രീകൃത നെറ്റ്വർക്ക് സ്റ്റേറ്റ് കെട്ടിപ്പടുക്കുകയാണ് ബാലാജി ശ്രീനിവാസന്റെ മാസ്റ്റർ പ്ലാൻ. അമേരിക്കൻ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ കോയിൻ ബേസിന്റെ മുൻ CTOയും നിരവധി സംരംഭങ്ങളുടെ സഹസ്ഥാപകനും കൂടിയാണ് തമിഴ്നാട്ടിൽ ജനിച്ച ബാലാജി ശ്രീനിവാസൻ. ബിറ്റ് കോയിൻ, എഥറം, ഓപ്പൺ സീ, ആൽക്കമി തുടങ്ങിയവയിലെ ആദ്യകാല നിക്ഷേപകരിൽ ഒരാൾ. ഇന്ത്യയിലെ നിക്ഷേപക സാഹചര്യത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുമുണ്ട്. എന്താണ് നെറ്റ്വർക്ക് സ്റ്റേറ്റ് എന്ന ആശയം? സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒന്നിലേറെ എഞ്ചിനീയറിംഗ് ബിരുദങ്ങൾ നേടിയ ബാലാജി ശ്രീനിവാസൻ കൗതുകം ലേശം കൂടുതലാണെന്ന് തോന്നിപ്പിക്കുന്ന ആശയങ്ങളുടെ തമ്പുരാനാണ്. അതിലൊരാശയത്തെക്കുറിച്ച് അദ്ദേഹം ലോകത്തോട് പറഞ്ഞത് ദ നെറ്റ്വർക്ക് സ്റ്റേറ്റ്, ഹൗ ടു സ്റ്റാർട്ട് എ ന്യൂ കൺട്രി എന്ന പുസ്തകത്തിലൂടെയായിരുന്നു. സംഗതി ഒന്നാന്തരം ഉട്ടോപ്യൻ ഐഡിയ ആണെന്ന് പരിഹസിച്ചവർ ഏറെയാണ്. അങ്ങനെ ഇരിക്കെയാണ് ബാലാജി ശ്രീനിവാസന്റെ പോസ്റ്റ്. ഞങ്ങൾക്കൊരു ദ്വീപ് കിട്ടി. ബിറ്റ്കോയിന്റെ കരുത്തുപയോഗിച്ച് വാങ്ങിയ ആ ദ്വീപിലാണ് നെറ്റ്വർക്ക് സ്കൂൾ പടുത്തുയർത്തുന്നത്. എന്താണ് നെറ്റ്വർക്ക് സ്കൂൾ? ഭൂഗോളത്തിന്റെ പലയിടങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നൽകുന്ന ഒരു ത്രൈമാസ റെസിഡൻഷ്യൽ പ്രോഗ്രാം. സംരംഭകത്വം, സൗഖ്യം എന്നിവയ്ക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകളായ AI-യും ബ്ലോക്ക് ചെയിനും മിക്സ് ചെയ്തുള്ള ആശയമാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെ കാത്തിരിക്കുന്നത്. ജിമ്മും വർക്ക്ഷോപ്പും കൊളാബറേറ്റീവ് പ്രോജക്റ്റുകളും ഒക്കെ സമന്വയിപ്പിച്ചതാണ് നെറ്റ്വർക്ക് സ്കൂളിന്റെ സിലബസ്. തന്നെ പോലെ ക്രേസി ഐഡിയാസ് ഉള്ളവർക്കാണ് സ്കൂളിൽ അവസരം നൽകുന്നതെന്ന് ബാലാജി ശ്രീനിവാസൻ. പഴകി തുരുമ്പെടുത്ത ചിന്തകളിൽ നിന്ന് മാറി നടക്കുന്ന ഇവർക്ക് വ്യക്തിപരമായ മാറ്റം നൽകി പുതുപുത്തനൊരു ലോകം കെട്ടിപ്പടുക്കുന്നു. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് പലരും കളിയാക്കിയ നെറ്റ്വർക്ക് സ്കൂളിന്റെ ആദ്യകാല ഗുണഭോക്താക്കളിൽ ഒരാളായ കോണ്ടന്റ് ക്രിയേറ്റർ നിക് പീറ്റേഴ്സൺ പറയുന്നത് ജിം ലവേഴ്സിനും സ്റ്റാർട്ടപ്പ് സ്ഥാപകർക്കുമുള്ള ഒരു മരുപ്പച്ചയാണിതെന്നാണ്. ഒരു യഥാർത്ഥ ഡിജിറ്റൽ രാജ്യത്തിനായുള്ള പരീക്ഷണമാണ് നെറ്റ്വർക്ക് സ്കൂളിൽ നടക്കുന്നതെന്നും നിക് പറഞ്ഞു. ഇനി ഈ സ്വപ്നത്തിന്റെ നാൾ വഴി. അതിരുകളില്ലാത്ത ഒരു ആഗോള സമൂഹമെന്ന ആശയത്തിന്റെ ആദ്യപടി ഒരു ഓൺലൈൻ സമൂഹ സൃഷ്ടിയാണ്. പിന്നീട് അത് ഒരു പ്രത്യേക രാജ്യമായി മാറുന്നു. വിജയിക്കാൻ സഹായിക്കാനും തയ്യാറുള്ള ഒരു കൂട്ടം മനുഷ്യരാണ് ബാലാജി ശ്രീനിവാസന്റെ ലോകത്തിലെ പൗരന്മാർ. സത്യം, ആരോഗ്യം, സമ്പത്ത് എന്നിവയിലൂന്നിയായിരിക്കും ഈ സമൂഹം പ്രവർത്തിക്കുക. എന്തിന്? പരമ്പരാഗത ഭരണരീതിക്കുള്ള ഒരു ഡിജിറ്റൽ ബദലും മറുപടിയുമായാണ് നെറ്റ്വർക്ക് സ്റ്റേറ്റിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ദരിദ്ര സാഹചര്യത്തിൽ വളർന്ന തന്റെ പിതാവിന് സാധ്യമാകാനാവാത്തത് സാധാരണക്കാർക്ക് നൽകുക എന്ന ഒരു ഘടകം കൂടി ഈ ആശയത്തിന് പിന്നിലുണ്ട്. ഭാവി പരിപാടി. 2024 സിംഗപ്പൂർ അധിഷ്ഠിത നെറ്റ്വർക്ക് സ്റ്റേറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് കടന്ന ബാലാജി ശ്രീനിവാസന്റെ സ്വപ്നക്കീറുകൾ ദുബായിലും ടോക്കിയോയിലും മയാമിയിലും ഒക്കെയായി പരന്നുകിടക്കുന്നു. ഇനി വാൽകൃഷ്ണം. വിദൂര തൊഴിലുകളിൽ താല്പര്യമുള്ള ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിനെയും പേഴ്സണൽ ട്രെയിനേഴ്സിനെയും ഡെവലപ്പേഴ്സിനെയും ഞങ്ങളുടെ വിശാല ലോകത്തേക്ക് ക്ഷണിക്കുന്നെന്നാണ് ടാഗ് ലൈൻ. ക്രിപ്റ്റോയിലൂടെ നേട്ടമുണ്ടാക്കാനും നല്ലതൊക്കെ സൃഷ്ടിക്കാനും കാലറി എരിച്ചു കളയാനും സർവോപരി എൻജോയ് ചെയ്യാനുമുള്ള ഒരു ഫണ്ണി ലോകത്തേക്കാണ് താൻ ക്ഷണിക്കുന്നതെന്ന് ബാലാജി ശ്രീനിവാസൻ പറയുന്നു. താല്പര്യമുള്ളവർക്ക് ഒരു കൈ നോക്കാവുന്നതാണ്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ അടുത്ത റെസിഡൻഷ്യൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്.